ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമല്ലേ? ഞങ്ങളിവിടെ ഈശ്വരൻ്റെ അനുഗ്രഹം കൊണ്ട് സുഖമായിട്ടിരിക്കുന്നു. നമ്മുടെ സോഷ്യൽ മീഡിയയുടെ ഒരു രീതി വെച്ച് ഒരാൾ ചെയ്തത് മറ്റൊരാൾ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് കോപ്പി അടിയും, എല്ലാവരും ചെയ്ത് കഴിഞ്ഞാൽ അത് ട്രെൻഡും ആവുന്ന ഒരു പരിപാടിയാണല്ലോ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ ജീവിതത്തിലെ ഓരോ മൊമെൻറ്റ്സും ഡിഫറെൻറ്റ് ആംഗിൾസിൽ നിന്നും ക്യാപ്ചർ ചെയ്ത് ഷൂട്ട് ചെയ്ത് എഡിറ്റ് ചെയ്ത് എടുക്കുന്നതിനെയാണല്ലോ നമ്മൾ നല്ല ഭംഗിയായിട്ട് ഡേ ഇൻ മൈ ലൈഫ് എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ ഒരു പരിശ്രമമാണ് ഞാനും നടത്തിയിരിക്കുന്നത്. ഇത് കംപ്ലീറ്റ്ലി എൻ്റെ ഡേ ഇൻ മൈ ലൈഫ് എന്ന് പറയാൻ പറ്റില്ല, ഒരു ഹാഫ് ഡേ ഇൻ മൈ ലൈഫ്, ഒരു ഉച്ച വരെയുള്ള കാര്യങ്ങളാണ് ഞാൻ ഷൂട്ട് ചെയ്യാൻ ശ്രമിച്ചിരിക്കുന്നത്. എൻ്റെ എല്ലാ ദിവസവും ഈ കാണിക്കുന്നത് പോലെയാണെന്നല്ല, മൺഡേ തൊട്ട് ഫ്രൈഡേ വരെ ഓർ മേ ബി മൺഡേ തൊട്ട് സാറ്റർഡേ വരെ ഒരേ പാറ്റേണിലാണ് ഓൾമോസ്റ്റ് പോകുന്നത്. പക്ഷേ ഞായറാഴ്ചകൾ അല്ലെങ്കിൽ അവധിയുള്ള ശനിയാഴ്ചകളെല്ലാം വളരെ വ്യത്യസ്തമാണ്. ഓരോ ഞായറാഴ്ചയും ഓരോ ശനിയാഴ്ചയും വളരെ വ്യത്യസ്തമാണ്. പക്ഷേ ഇതിൽ നോർമലി നടക്കുന്നത് ക്ലീനിങ്, കുട്ടികളുടെ പുറകെയുള്ള കാര്യങ്ങൾ, കുട്ടികളുടെ കാര്യങ്ങൾ ചെയ്യുക, അങ്ങനെയുള്ള കാര്യങ്ങളാണ് നോർമലി നടക്കുന്നത്. ഞാൻ ഈ ഷൂട്ട് ചെയ്തിരിക്കുന്നത് കഴിഞ്ഞ ഞായറാഴ്ചത്തെ വീഡിയോ ആണ്. അപ്പോൾ അവധി ദിവസം ആയതുകൊണ്ട് തന്നെ ലേറ്റായിട്ടാണ് എണീറ്റായിട്ട് പല്ല് തേച്ച് മുഖം കഴുകി ഒന്ന് ഫ്രഷായി കഴിഞ്ഞപ്പോഴേക്കും അമ്മ ചായ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചായ എടുത്തുകൊണ്ട് വന്നപ്പോഴേക്കും തന്നെ പാറുക്കുഞ്ഞ് എണീറ്റിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് നേരം പാറുവിൻ്റെ കൂടെ ഇരുന്ന് വർത്താനവും വിശേഷം ചോദിക്കലും കാര്യം പറച്ചിലൊക്കെ ആയിട്ട് അവിടെ ഇരുന്നു. സാധാരണ ദിവസങ്ങളിൽ അവർ ഉറങ്ങുന്നതും കണ്ടുകൊണ്ടാണ് ഞാൻ ജോലിക്ക് പോകുന്നത്. രാവിലെ 7 മണിക്ക് ഇറങ്ങുവേ. പല്ല് തേച്ച് മുഖവും കഴുകി ചായയും കുടിച്ച് വന്നിരിപ്പാണ്. ഈ കൊച്ചിന് കുളിയും തേവാരവും ഒന്നും ഇല്ലേ എന്ന് വിചാരിക്കേണ്ട. ഞാൻ കുളിക്കാറുണ്ട്. പക്ഷേ അത് എല്ലാ പണിയും കഴിഞ്ഞിട്ടാണ് ഞാൻ കുളിക്കുന്നത്. കാരണം ഞാൻ പറഞ്ഞു, ഞായറാഴ്ചയാണ്, അപ്പോൾ ഒരുപാട് ക്ലീൻ ചെയ്യാനും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ എല്ലാ പണിയും കഴിഞ്ഞിട്ടാണ് ഞാൻ കുളിക്കുന്നത്. കുളി കഴിഞ്ഞിട്ട് പിന്നെ വേർത്തിതാവുന്ന എനിക്കിഷ്ടമുള്ള കാര്യമല്ല. സാധാരണ കയ്യിലേക്ക് ഫോൺ എടുത്ത് ക്യാമറ ഓണാക്കി ഷൂട്ട് ചെയ്യുന്നതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഇന്ന് ട്രൈപ്പോഡിൽ ക്യാമറയൊക്കെ വെച്ച് ഷൂട്ട് ചെയ്യുന്നത് കണ്ടപ്പോഴത്തേക്ക് പാറുവിന് ഭയങ്കര അതിശയമായിരുന്നു. അമ്മ എന്തായി ചെയ്യുന്നത്, ഇതെന്താ സാധനം, ഇതെന്തിനാ ഇങ്ങനെ വെച്ചേക്കുന്നത് എന്നൊക്കെ ഉള്ളത്. അപ്പോൾ അങ്ങനെ സംശയ നിവാരണമൊക്കെ നടത്തിക്കൊണ്ടിരുന്നപ്പോഴേക്കുമാണ് ഞാൻ ഓർത്തത്, ഇന്ന് ഞായറാഴ്ചയാണല്ലോ, തലയിൽ എണ്ണ തേക്കണമല്ലോ എന്നൊക്കെ. അപ്പം ഞായറാഴ്ചയാണ് ഞാൻ തലയിൽ നല്ല വിശദമായിട്ട് എണ്ണയൊക്കെ തേച്ച് നല്ലോണം മസാജൊക്കെ ചെയ്ത് കുറച്ച് നേരം ഇരുന്ന് അങ്ങനെ തലയൊക്കെ നല്ലോണം വാഷ് ചെയ്യുന്നത്. അപ്പോൾ അതിനായിട്ട് ഞാൻ കുറച്ച് ചെറിയ ഉള്ളി ആദ്യമേ തന്നെ തൊണ്ട് കളയാനെടുത്തു. എൻ്റെ കുറേ കാലമായിട്ടുള്ള ഹെയർ ഓയിൽ ടെക്നിക്കാണ് ഞാനിപ്പോൾ കാണിക്കുന്നത്. അതായത് ഞാൻ കുറച്ച് ചെറിയ ഉള്ളി എടുക്കും, ഒരു 5 or 6 ചെറിയ ഉള്ളി എടുക്കും. എന്നിട്ട് നല്ലോണം തൊണ്ട് കളഞ്ഞ് വാഷ് ചെയ്ത് കഴിഞ്ഞിട്ട് ഇടികല്ലിലിട്ട് നല്ലോണം ചതച്ചെടുക്കും. ചതച്ചെടുത്ത ചെറിയ ഉള്ളി ഒരു തുണിയിലേക്ക് ഇട്ടിട്ട് നല്ലോണം അതൊന്ന് പിഴിഞ്ഞെടുക്കും. ആ ചെറിയ ഉള്ളിയുടെ നീരൊന്ന് പിഴിഞ്ഞെടുക്കും. അതിനുശേഷം അതിനകത്തേക്ക് ഒരു വൈറ്റമിൻ ഇ ക്യാപ്സ്യൂൾ, കുറച്ച് ആവണക്കെണ്ണ, പിന്നെ നമ്മൾ തലയിൽ തേക്കുന്ന സാധാരണയായിട്ടുള്ള ഏതെങ്കിലും എണ്ണ, കാച്ചിയ എണ്ണ ആയാലും എടുക്കാം, സാധാ പച്ച വെളിച്ചെണ്ണ ആയാലും എടുക്കാം. ഞാൻ കാച്ചിയ എണ്ണയാണ് എടുക്കുന്നത്. ഇതെല്ലാം കൂടി മിക്സ് ചെയ്യും നല്ലോണം മിക്സ് ചെയ്തതിന് ശേഷം ഇത് ഏതെങ്കിലും നമുക്ക് ചൂടാക്കി എടുക്കാം. അപ്പം തന്നെ തലയിൽ പുരട്ടാനാണെങ്കിൽ നമുക്ക് ചൂടാക്കി എടുക്കാം, ലൈറ്റായിട്ട് ചൂടാക്കി എടുക്കാം. ഞാൻ എന്താ ചെയ്യാന്ന് വെച്ചാൽ, നമ്മൾ കുടിക്കാനുള്ള വെള്ളം തിളപ്പിച്ചിട്ടുണ്ടാവില്ലേ, ആ കലത്തിൻ്റെ മുകളിൽ കൊണ്ടുപോയി അങ്ങ് വെക്കും. അപ്പോൾ അതവിടെ ചൂടായിട്ടുള്ളൂ, വളരെ മിനിമലായിട്ടുള്ള ചൂടായിട്ടുണ്ടാവും. അപ്പോൾ നമുക്ക് തേക്കാറാകുമ്പോഴത്തേക്കും കറക്റ്റ് പാകത്തിനത് കിട്ടും. ഞാൻ കുറച്ച് കാലങ്ങളായിട്ട് ഇങ്ങനെയാണ് ചെയ്യുന്നത്. കാരണം ചെറിയ ഉള്ളിയുടെ നീര് മുടി വളരാനായിട്ട് വളരെ നല്ലതാണല്ലോ. അതുകൊണ്ട് ഞാൻ കുറച്ച് കാലങ്ങളായിട്ട് ഇങ്ങനെയാണ് ചെയ്യുന്നത്. ഇങ്ങനെ ചെയ്യുന്നത് നല്ലതാണെന്നോ അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്യണം എന്നൊന്നും ഞാൻ പറയുന്നില്ല. ഇത് എനിക്ക് എഫക്റ്റീവാണ്. ഇത്രയൊക്കെ ചെയ്തപ്പോഴത്തേക്ക് നന്ദുവും എണീറ്റിട്ടുണ്ടായിരുന്നു. പിന്നെ 2 പേരോടും കൂടി പല്ല് തേക്കാൻ പറഞ്ഞു. ഞാൻ തേപ്പിച്ചു തരാമെന്ന് പാറുവിനോട് പറഞ്ഞിട്ട് കേൾക്കുന്നതും കൂടെ ഉണ്ടായിരുന്നില്ല. 2 പേരും കൂടി പല്ല് തേക്കുന്ന സമയം കൊണ്ട് എന്നാൽ പിന്നെ തുണി പോയി കുതിർത്തി വെച്ചേക്കാമെന്ന് വിചാരിച്ചു അലക്കാനായിട്ട്. എനിക്ക് കല്ലിൽ അലക്കുന്ന കേട്ടോ ഇഷ്ടം. എന്താണെന്നറിയില്ല, കല്ലിൽ അലക്കുമ്പോൾ ഭയങ്കര തൃപ്തിയാണ്. നല്ല വൃത്തിയാവുകയും ചെയ്യും തുണി, നമുക്ക് അലമ്പിപ്പിഴിഞ്ഞെടുക്കാം, എല്ലാം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. വാഷിംഗ് മെഷീനിൽ അലക്കുന്നുണ്ട്, ഇല്ലെന്നല്ല, പക്ഷേ എനിക്ക് കുറച്ചും കൂടി ഇഷ്ടം കല്ലിൽ അലക്കാനായിട്ടാണ്. നിങ്ങൾക്ക് എത്ര പേർക്ക് കല്ലിൽ അലക്കാൻ ഇഷ്ടം ഒന്ന് പറയണേ. കളർ ഇളകാത്തതുമായിട്ടുള്ള തുണിയൊക്കെ മാറ്റി എല്ലാം കുതിർത്താനിട്ടു. പിന്നെ കോളറിലൊക്കെ നല്ലോണം അഴുക്കുണ്ടാവില്ല, അവിടെയൊക്കെ നല്ലോണം തന്നെ സോപ്പ് തേച്ച് എല്ലാം കുതിർത്തി വെച്ചു. നല്ലോണം തെളിഞ്ഞ് നിൽക്കുന്ന മാനമായിരിക്കും. പക്ഷെ ഞാൻ പോയി തുണി കുതിർത്തി ഒന്ന് അലക്കിയേക്കാം എന്ന് വിചാരിക്കുമ്പോഴേക്കും മാനമൊക്കെ ഇരുണ്ട് കൂടിയിട്ട് നല്ല മഴക്കാറൊക്കെ വെച്ച് പെയ്യാറായിട്ടുണ്ടാവും. ഇനിയിപ്പോൾ പെയ്തില്ലെങ്കിൽ കറക്റ്റായിട്ട് ഞാൻ തുണി തോരയിടുമ്പോഴേക്കും മഴ എവിടെന്നെങ്കിലൊക്കെ എങ്ങനെയെങ്കിലൊക്കെ കുത്തി ഒലിച്ച് പെയ്യാൻ വന്നിട്ടുണ്ടാവും.
ചില സമയത്ത് നല്ല സങ്കടം തോന്നുന്നേ, ഇതൊന്ന് തോരി ഒന്ന് ഉണങ്ങിക്കോട്ടെ എന്ന് വിചാരിച്ചൊന്ന് തോരി കൊണ്ട് ഇടുമ്പോഴേക്കും നല്ല തെളിഞ്ഞ് ഇപ്പുണ്ടാവും, നല്ല വെയിലൊക്കെ ഉണ്ടാവും. പക്ഷെ ഞാൻ തുണി കൊണ്ട് ഇടുമ്പോഴേക്കും അപ്പത്തേക്കും തന്നെ ഇരുണ്ട് കൂടി മഴയും പെയ്യും. സങ്കടം വരും ചില നേരത്ത്. തുണിയൊക്കെ കുതിർത്തി കഴിഞ്ഞ് വന്നപ്പോഴേക്കും രണ്ടുപേരുടെയും പല്ല് തേപ്പൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നെക്കൊണ്ട് തേക്കാൻ സമ്മതിച്ചില്ല കേട്ടോ പാറു. പിന്നെ അതിനുശേഷം നന്ദുവിനോടും പാറുവിനോടും പറഞ്ഞു തലയിൽ എണ്ണ അയച്ചു തരാം, നല്ലോണം എണ്ണ അയക്കണം, ഷാമ്പൂ ഇടണം എന്നൊക്കെ പറഞ്ഞ് നന്ദുവിനെയും പാറുവിനെയും വിളിച്ചു. നന്ദുവിനെ തേപ്പിക്കുന്ന വീട്ടിൽ തന്നെ കാച്ചിയ എണ്ണയാട്ടോ. ഞാൻ ഈ എണ്ണയുടെ റെസിപ്പി നേരത്തെ തന്നെ ചാനലിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്, കുറച്ച് നാളായി എന്നാലും പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. കാണാത്തവർക്കായിട്ട് ഞാൻ ലിങ്ക് കോമൻറ്റ് സെക്ഷനിൽ ഇട്ടേക്കാം, ഒന്ന് കാണണേ, ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. അതുപോലെ തന്നെ അതിന് ശേഷം നന്ദുവിന് നല്ലോണം എണ്ണയൊക്കെ തേച്ച് മസാജ് ചെയ്ത് കൊടുത്തിട്ട് പാറുവിനെ വിളിച്ചു. വരില്ല എന്നൊക്കെ പറഞ്ഞ് വാശി പിടിച്ചിരിക്കുകയായിരുന്നു. പക്ഷേ ക്യാമറയിൽ കാണാം എന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്ക് വന്നു എണ്ണ അയക്കാനായിട്ട്. നന്ദുവിന് എണ്ണ അയപ്പിച്ച് കഴിഞ്ഞാൽ ഉടനെ തന്നെ നന്ദു കുളിക്കാൻ പോയട്ടോ. അതിനുശേഷം പാറു എണ്ണ അയക്കാൻ വന്നു. പക്ഷേ എണ്ണ അയക്കാൻ വന്നെങ്കിലും കുളിക്കാനായിട്ട് ഭയങ്കര വാശിയായിരുന്നു. എന്തായിട്ട് കുളിക്കാൻ വരുന്നില്ലായിരുന്നു. അവസാനം എനിക്കും ടെൻഷനായി, കാരണം തലയിൽ എണ്ണ അയച്ചിരിക്കുകയല്ലേ, നീരിറങ്ങി വല്ല വയ്യാണ്ടായാലോ. കുറേ കിടന്ന് കരഞ്ഞ് വാശി പിടിച്ചു. എന്നിട്ട് അവസാനം കുറേ നേരം കഴിഞ്ഞിട്ടാണ് കുളിക്കാൻ വന്നത്. നന്ദുവിൻ്റെ വിശദമായിട്ടുള്ള കുളിയൊക്കെ കഴിഞ്ഞ് വരുമ്പോഴേക്കും ഒരുപാട് നേരം എടുക്കും കേട്ടോ. അവിടെ നിന്ന് പാട്ടും ഡാൻസും വെള്ളത്തിലുള്ള കളിയും സോപ്പ് പതപ്പിച്ചുള്ള കളിയൊക്കെ കഴിഞ്ഞ് വരുന്നത് ഒരുപാട് നേരമാവും. അതെല്ലാം കഴിഞ്ഞ് നന്ദുവിൻ്റെ കുളിയും കഴിഞ്ഞ് വന്നിട്ടും പാറുവിൻ്റെ വാശിയും കരച്ചിലും തീർന്നിട്ടില്ല കേട്ടോ. ദേ ബാക്കിലായിട്ട് അവിടെ നിന്ന് കരയുന്നത് നിങ്ങൾക്ക് കാണാം. അപ്പോൾ ആ വാശിക്കരച്ചിൽ കുറേ നേരം ഉണ്ടായിരുന്നു. അവസാനം തളർന്ന് എൻ്റെ മടിയിലേക്ക് വന്നു വരുന്നു. പിന്നെ ഗതി കെട്ടിട്ട് എന്ത് ചെയ്യാൻ പറ്റും, ആൾക്ക് കുളിക്കാതെ വേറെ രക്ഷയില്ലെന്ന് മനസ്സിലായി. അങ്ങനെ പിന്നെ കുളിപ്പിക്കാൻ വന്നു. എന്തൊക്കെ കാര്യങ്ങൾക്ക് വാശി പിടിക്കാം, എങ്ങനെയൊക്കെ വാശി പിടിക്കാം, ഏതൊക്കെ തരത്തിൽ വാശി പിടിക്കാം എന്നൊക്കെ ഉള്ള കാര്യത്തിൽ കുട്ടികൾ ഗവേഷണം നടത്തുവാണോ എന്ന് എനിക്ക് ഡൗട്ടുണ്ട് ചില നേരത്ത്. കാരണം ഒരു വാശി കഴിയുമ്പോഴേക്കും അടുത്ത വാശിയായിട്ട് പാറു വന്നോളും. ആദ്യം കുളിക്കില്ല എന്നുള്ള വാശിയായിരുന്നു. കുളിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ഈ സോപ്പ് വേണ്ട എന്നും പറഞ്ഞുള്ള വാശിയായിരുന്നു. അതും കഴിഞ്ഞ് കുളിയും കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്കും ഏത് ഡ്രസ്സ് ഇടണം എന്നുള്ള വാശിയായി. ഞാൻ ഏത് ഡ്രസ്സ് എടുത്താലും പിടിക്കില്ല. അതെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്കും തല തോർത്തണ്ടെന്നും പറഞ്ഞായിരുന്നു വാശി. തലേം തോർത്തി കഴിയുമ്പോഴത്തേക്കും എന്ത് പാപ്പം വേണം എന്നുള്ള വാശിയായിരുന്നു. ഇതെല്ലാം കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും ടി വിയിൽ ഏത് കാർട്ടൂൺ കാണണം എന്നുള്ള വാശി. അങ്ങനെ വാശികളുടെ ഒരു ഘോഷയാത്ര തന്നെയായിരുന്നു കേട്ടോ. ഏതോ ഒരു മൂവിയിൽ എനിക്കൊരു ഡയലോഗ് ഓർമ്മ വരുന്നുണ്ട്. അതായത് നമ്മുടെ സുരാജ് വെഞ്ഞാറമ്മൂടും രമേഷ് പിഷാരുടെയും കൂടി പറയുന്നൊരു ഡയലോഗുണ്ട്. നീയൊക്കെ ഒരു കല്യാണം കഴിച്ച് കഴിയുമ്പോഴത്തേക്കും ഡോറ ബുജിയും ഛോട്ടാ ഭീമൊക്കെ അല്ലാണ്ട് വേറെ വല്ല ടി വിയിലൊക്കെ കാണണം, എനിക്കൊന്ന് കാണണം എന്ന്. ആ അവസ്ഥയാണ് കേട്ടോ എനിക്ക്. എല്ലാവർക്കും ഇങ്ങനെയാണോ എന്ന് എനിക്കറിയില്ല. അതായത് ഇപ്പം പെപ്പാ പിഗിൽ എത്ര ക്യാരക്ടേഴ്സ് ഉണ്ട്, ഏതൊക്കെയാണ് പുതിയ എപ്പിസോഡ്സ്, പിന്നെ അങ്ങനെയുള്ള കാർട്ടൂൺസ്, പിന്നെ പ്രത്യേകിച്ച് ഡയാന റോമയിൽ ഏതൊക്കെ പുതിയ ക്യാരക്ടേഴ്സ് ഉണ്ട്, ഏതൊക്കെ പുതിയ സീരീസ് വന്ന് ഏതൊക്കെ എപ്പിസോഡ്സ് ആണെന്നുള്ളത് നല്ല കൃത്യമായിട്ട് അറിയാം കുട്ടികളുടെ ഒപ്പം തന്നെ. ഇത്രയൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് നല്ലോണം തന്നെ വിശന്നു. ആയിട്ട് വേഗം തന്നെ പാറുവിന് കഴിക്കാൻ കൊടുത്തിട്ട് ഞാനും കഴിക്കാമായിരുന്നു. അത് ആ സമയം കൊണ്ട് പാറുവും കഴിച്ചിട്ടുണ്ടായിരുന്നു. കഴിച്ചിട്ട് വേണേ നമുക്ക് അലക്കാൻ പോകാനായിട്ട്. കാരണം മഴ വന്നതിന് മുമ്പ് അലക്കണം. അലക്കിയിട്ട് അത് ഉണങ്ങിയതിന് ശേഷം വേണമല്ലോ അത് തേച്ച് വെക്കാനൊക്കെ ആയിട്ട്. അങ്ങനെ പരമ്പരകൾ നീണ്ടിങ്ങനെ കിടക്കുകയല്ലേ. അപ്പോൾ വേഗം തന്നെ കഴിച്ചിട്ട് ഞാൻ അലക്കാൻ പോയി. നല്ലോണം തന്നെ അലക്കി തോരയിട്ടു. എന്തോ ഒരു ദൈവഭാഗ്യം കൊണ്ട് ഞാൻ അലക്കി കഴിയുന്നത് വരെ മഴ വന്നില്ല കേട്ടോ. അപ്പോൾ തന്നെ ഞാൻ എന്ത് ചെയ്തു, വേഗം അലക്കി കഴിഞ്ഞ് എല്ലാം കൂടി വാഷിംഗ് മെഷീനിലിട്ട് സ്പിൻ ചെയ്തു. എല്ലാം എന്ന് വെച്ച് കഴിഞ്ഞാൽ യൂണിഫോം ഒന്നുമല്ല, ബാക്കിയുള്ള തുണികളൊക്കെ വാഷിംഗ് മെഷീനിലിട്ട് സ്പിൻ ചെയ്തു. അപ്പോൾ നല്ലോണം തന്നെ വെള്ളം പോയി കിട്ടുമല്ലോ. എന്നിട്ട് ഞാൻ വേഗം തന്നെ തോരയിട്ടു. അപ്പോൾ ഉച്ച വരെ വെയിലുണ്ടായിരുന്നു. അത് കാരണം തുണിയൊക്കെ അത്യാവശ്യം ഉണങ്ങി കിട്ടി. ഇപ്പോൾ കുറച്ച് നാളുകളായിട്ട് നല്ല മഴ തന്നെയാണല്ലോ. അപ്പം ഞാൻ എന്ത് ചെയ്യും, തുണി അകത്ത് തന്നെ ഇടും കേട്ടോ. പക്ഷേ അത്യാവശ്യമുള്ള തുണികളൊക്കെ നമുക്ക് ഉണ്ടാവില്ല, ഈ യൂണിഫോമും കാര്യങ്ങളൊക്കെ, അങ്ങനത്തെയൊക്കെ ഞാൻ പുറത്തിട്ടു. എന്നിട്ട് പുറത്തിട്ട് വെയിൽ കണ്ടിട്ടായിരിക്കും പുറത്തിടുന്നത്. പക്ഷേ ഇത് പുറത്തിട്ടിട്ട് പെയ്യില്ല എന്നുള്ള വിശ്വാസത്തിൽ ഒന്ന് കുളിക്കാൻ കയറുമ്പോഴേക്കും പെയ്യുന്നു ചറപറാന്ന് മഴ. കുളിച്ച് തീരെയില്ല, തുണി മുഴുവൻ നനഞ്ഞിട്ടും ഉണ്ടാവും. ഓടി വന്ന് ഇതെല്ലാം കൂടി എടുക്കും. അപ്പോൾ എന്തായാലും ഇത്തവണ അങ്ങനെ ഉണ്ടായില്ല. ഞാൻ കുളിക്കാൻ കയറുന്നതിന് മുമ്പ് തന്നെ തുണികളെല്ലാം അകത്തേക്ക് ഇട്ടിട്ടുണ്ടായിരുന്നു. കാരണം ഉണങ്ങി അത്രയും മതി, വെറുതെ മഴ പെയ്ച്ച് നനയ്ക്കണ്ടല്ലോ എന്ന് വിചാരിച്ചു. തുണി അലക്കി കഴിഞ്ഞപ്പോഴേക്ക് ക്ഷീണമായിട്ടോ. എന്നാൽ പിന്നെ ഐബ്രോസ് ഒന്ന് ഷേപ്പ് ചെയ്യാമെന്ന് വിചാരിച്ചു. ഞാനിപ്പോൾ കുറേ വർഷങ്ങളായി പാർലറിൽ പോയി ഐബ്രോ ഷേപ്പ് ചെയ്തിട്ട്. ഐബ്രോ എന്ന് മാത്രമല്ല, കുറേ വർഷങ്ങളായി പാർലറിൽ പോയിട്ട് തന്നെ. അപ്പോൾ ഞാൻ തന്നെയാണ് ഐബ്രോസൊക്കെ ഷേപ്പ് ചെയ്യുന്നത്, ഞായറാഴ്ച ശനിയാഴ്ചയൊക്കെ ആയിട്ട്. അപ്പോൾ എൻ്റെ കയ്യിലിരിക്കുന്ന കണ്ണാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ തൃപ്പൂണിത്തുറ അമ്പലത്തിൽ ഉത്സവം വന്നപ്പോഴത്തേക്ക് മേടിച്ചതാണ്, നന്ദു മേടിച്ചതാണ്.
അതിൻ്റെ ഒരു സൈഡിൽ നമ്മൾ ഈ കണ്ണാടി തുറക്കുന്ന ടൈപ്പാണ്. അപ്പോൾ ഒരു സൈഡിൽ സാധാ കണ്ണാടി, മറ്റേ സൈഡിൽ ഇങ്ങനെ മാഗ്നിഫയിങ് ഗ്ലാസ് പോലെയാണ്. അപ്പോൾ നമുക്ക് നമ്മുടെ ഐബ്രോസ് നല്ല ക്ലിയർ ആയിട്ട് കാണാൻ പറ്റും, നല്ല വെളിച്ചത്തിലിരുന്ന് കഴിഞ്ഞാൽ. ആ കണ്ണാടി ഉപയോഗിച്ചാണ് ഞാൻ ഐബ്രോസൊക്കെ പ്ലക്ക് ചെയ്യുന്നത്. നല്ല നീറ്റായിട്ട് അതൊക്കെ ചെയ്തതായിട്ട് ഞാൻ പിന്നെ അടിച്ചു വാരാനൊക്കെ ആയിട്ട് പോയി, ബാക്കി പണികളിലേക്ക് അങ്ങ് പോയി. എല്ലാം തുടച്ച് തൂത്ത് വൃത്തിയാക്കാൻ വേണ്ടി ഞാൻ ഇറങ്ങിയപ്പോഴേക്കും എൻ്റെ കൂടെ ഒരു പഴയ തുണി എടുത്തുകൊണ്ട് വന്നേക്കുക പാറു, അമ്മേനെ ഹെൽപ്പ് ചെയ്യാമെന്നും പറഞ്ഞു. ഞാൻ പറയും എന്നാൽ അവിടെ തുടക്കി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഞാൻ തുടച്ചതാണ്. ഞാൻ പറഞ്ഞു എന്നാൽ പാറു സോഫയുടെ അടിയിൽ തുടക്കി, അവിടെ ഞാൻ തുടച്ചതാണ്. ഇത് തന്നെയായിരുന്നു പറച്ചിൽ. എന്തായാലും എൻ്റെ കൂടെ കൂടിയിട്ടുണ്ടായിരുന്നു തുടയ്ക്കാനായിട്ട്. പിന്നെ അതിനുശേഷം എല്ലാം മുക്കും മൂലയും എല്ലാം തുടച്ച് വൃത്തിയാക്കി അതിനുശേഷം അടുക്കളയിൽ നല്ലോണം വൃത്തിയാക്കിയതിന് ശേഷം നല്ലോണം തന്നെ അടിച്ചു വാരിയെടുത്തു. ഡെയിലി അടിച്ചു വാരുന്ന കേട്ടോ, ഞാൻ ഡെയിലി അടിച്ചു വാരി തുടയ്ക്കുന്നതാണ്. എന്നിട്ട് തന്നെ അടിച്ചു വാരുമ്പോഴത്തേക്ക് എന്തോരം പൊടിയാണ് കിട്ടുന്നത്. ഈ പൊടി എവിടെ നിന്നാണ് കയറുന്നതെന്ന് മാത്രം മനസ്സിലാവുന്നില്ല. നല്ലോണം തന്നെ അടിച്ചു വാരി തുടച്ച് വൃത്തിയാക്കിയതിന് ശേഷം എന്നാൽ പിന്നെ കുളിച്ചേക്കാലോ എന്ന് വിചാരിച്ച് തലയിൽ എണ്ണ അയച്ചു. ഞാൻ ആദ്യം കാണിച്ച എണ്ണയില്ലേ, ചെറിയ ഉള്ളിയുടെ നീര് ചേർത്ത എണ്ണ, ആ നല്ലോണം തന്നെ തലയിൽ തേച്ച് പിടിപ്പിച്ചിട്ട് ഒരു 15-20 മിനിറ്റിന് ശേഷം കുളിക്കാൻ കയറി. അപ്പോൾ എൻ്റെ ഒരു ഹാഫ് ഡേ ഇൻ മൈ ലൈഫ് ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. എല്ലാവരും കാണുക, സപ്പോർട്ട് ചെയ്യുക, ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണുമ്പോഴേക്കും ബൈ.